ഹായ്, ഇതെൻ്റെ സീറ്റ് ലൂബിയാണ്. ഇത് ഞാൻ ഓൺലൈൻ വഴിയായിട്ട് വാങ്ങിയ ഒരു പ്ലാന്റാണ്. ഐശ്വര്യ ലൂബി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഫ്രൂട്ട് ഇപ്പോൾ വിളഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പൊതുവെ മഴക്കാലത്ത് ഫ്രൂട്ടുകൾക്ക് മധുരക്കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ലൂബിയുടെ മധുരം ഒന്ന് പരിശോധിക്കാം. നമുക്കിതൊന്ന് ഞാനിത് പറഞ്ഞാൽ പറിച്ചെടുക്കുകയാണ്. നല്ല സൈസുണ്ട്, നല്ല സൈസുള്ള ലൂബിയാണ്. സീറ്റ് ലൂബി നല്ല സൈസുണ്ട്. ഒരു രൂപക്കൈനാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു പ്ലമ്മിൻ്റെ വലിപ്പമുണ്ട്. ഇതിലും വലിയ ഫ്രൂട്ട് കാരണം മഴയായ കാരണം നിലത്ത് വീണ് പോയി. അത് ശരിക്കും പഴുത്തില്ലായിരുന്നു. കണ്ടില്ലേ, സൈസ് കണ്ടില്ലേ, നല്ല സൈസുള്ള ഫ്രൂട്ടാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ സീറ്റ് ലൂബി ഒന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പഴുത്തിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ഉൾവശം സീറ്റ് ലൂബി. അപ്പോൾ സീറ്റ് ലൂബി ഞാനൊന്ന് കഴിക്കുകയാണ്. നല്ല ഫ്രഷ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ മഴയായിട്ടും നല്ല മധുരമുണ്ട്, മധുരത്തിനും കുറവില്ല. ശരിക്കൊരു പ്ലം കഴിക്കുന്ന പോലെ തന്നെ. ഇപ്പോഴും നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കാപിടുത്തമുണ്ട്. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കൊലയായിട്ടായിരുന്നു ഫ്രൂട്ട് കിടന്നിരുന്നത്. എന്തായാലും നല്ല മഴയത്തും നല്ല മധുരമുള്ള പ്ലമ്മിൻ്റെ ടേസ്റ്റുള്ള, സീഡിനും വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ സീഡുകളാണ്. ആ സീഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ ഒരു ഫ്രൂട്ടാണ് ഈ സീറ്റ് ലൂബിയുടെ. ഐശ്വര്യ എന്നുള്ള ഒരു വെറൈറ്റി ആണ് എന്നും പറഞ്ഞാൽ എനിക്ക് തന്നത്. എന്നാറിൻ്റെ ഫ്രൂട്ടുണ്ട്, അത്തിപ്പഴമുണ്ട്, പൈനാപ്പിൾ വളഞ്ഞിട്ടുണ്ട്, പേരയ്ക്കയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുണ്ടല്ലേ മറ്റൊരു ഫ്രൂട്ടാണ്, നല്ല സൈസുള്ള ഫ്രൂട്ടാണ്. ഇതുണ്ടല്ലേ, അത് നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. സീറ്റ് ലൂബി നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഫ്രൂട്ടുകൾ ധാരാളം ഉണ്ട്. ഇതിലൊക്കെ ഫ്രൂട്ട് സെറ്റായി വരുന്നുണ്ട്. ഇത് കളർ മാറി വരുന്നുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള നല്ല ലൂബിയാണ്. ഈ പ്ലാന്റ് വെച്ചിട്ട് 1 വർഷമേ ഉള്ളൂ. നല്ല ബുഷായിട്ട് അധികം പൊക്കം വെക്കാതെ നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, വീണ്ടും ഇതിൽ പുതിയ കായകൾ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഫ്രൂട്ട് കായകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയായിട്ട് അല്ലെങ്കിൽ കുറേയൊക്കെ വീണുപോയി. മഴയായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ എന്നാറിൻ്റെ ലൂബിയാണ്. ഇത് പലതവണ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോഴും നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. കാരണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണോ ഐശ്വര്യ ലൂബിയാണോ നല്ലത് നമുക്കൊന്ന് നോക്കാം. എന്നാറിൻ്റെ ഞാൻ പൊട്ടിക്കുകയാണ്. എന്നാർ ലൂബി സൈസ് അല്പം കുറവാണ്. നമ്മുടെ ഐശ്വര്യ ലൂബിയുടെ വലിപ്പത്തെ അപേക്ഷിച്ച് വളരെ വളരെ ചെറുതാണ്. ഇതിൽ ഇടയ്ക്ക് സൈസുകൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്നാർ ലൂബി അല്പം കൂടെ പഴുക്കാനുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഐശ്വര്യ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പ്ലമ്മിൻ്റെ അതേ ടേസ്റ്റ്, നല്ല സൈസുണ്ട്, പ്രത്യേക ഫ്ലേവറുണ്ട്. ഇതും മോശമൊന്നുമല്ല, മധുരമുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് സൈസിലും ടേസ്റ്റിലും മധുരത്തിലും ഐശ്വര്യ ലൂബി തന്നെയാണ്. മുമ്പ് നമ്മൾ കാണിച്ച ലൂബി തന്നെയാണ്. സീറ്റ് ലൂബി കഴിച്ചു, 2 വെറൈറ്റി സീറ്റ് ലൂബി കഴിച്ചു. ഇനി അത്തിപ്പഴം പാകമായിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഒരു നൈജീരിയൻ വെറൈറ്റി പൈനാപ്പിൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മകുടത്തിൽ 6 തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടാതെ ഇവിടുന്ന് ഒരു തൈ ഉണ്ട്, താഴേന്ന് ഒരു തൈ പൊട്ടിയിട്ടുണ്ട്. മൊത്തം 8ഓളം തൈകൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് നല്ല സ്മെല്ലുണ്ട്, ഇതിന് നല്ല കളറായിട്ടുണ്ട്, കളറായി വരുന്നേ ഉള്ളൂ. ഇതാണ് നൈജീരിയൻ പൈനാപ്പിൾ. അപ്പോൾ നമുക്ക് അത്തിപ്പഴം ഒന്ന് പൊട്ടിക്കുക. ഇത് ടർക്കിഷ് ബ്രൗൺ ആണ്. അത്തി പൊട്ടിക്കുക കേട്ടോ. നല്ല ഞെങ്ങുന്നുണ്ട്. എൽപ്പോടെ പഴുക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് അത്തിപ്പഴം. നമുക്ക് ടർക്കിഷ് ബ്രൗൺ അത്തിയാണ്. നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. നല്ല കളറുണ്ട് കേട്ടോ. ഇച്ചിരി പഴുക്കാനുണ്ടായിരുന്നു തോന്നുന്നു.
അപ്പോൾ എന്തായാലും നമുക്ക് അത്തിപ്പഴത്തിന് മധുരം ഉണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കാം. ടർക്കിഷ് ബ്രൗൺ പൊട്ടിച്ചു. നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. അടിപൊളി മധുരം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമാണ് ടർക്കിഷിന്. കണ്ടില്ലേ, നല്ല മധുരമുണ്ട്. ടർക്കിഷ് ബ്രൗൺ അല്പോടെ പഴുക്കാനുണ്ട്, പക്ഷേ എന്നാലും മധുരമുണ്ട്. മഴയായിട്ട് മധുരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ച സ്വീറ്റ് ലൂബി ഐശ്വര്യ മധുരമുണ്ട്, അത്രത്തോളം തന്നെ മധുരമുണ്ട് ഈ ടർക്കിഷ് ബ്രൗണും. ഇതാണ് നൈജീരിയൻ പൈനാപ്പിൾ. പഴുത്തുകൊണ്ടിരിക്കുകയാണ്, കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, കണ്ടില്ലേ, ഇതിൻ്റെ മകുടത്തിൽ ഈ ഫ്രൂട്ടിൻ്റെ മുകളിൽ താമര പോലെ തൈകൾ, ഇങ്ങനെ 6ഓളം തൈകളുണ്ട്. കൂടാതെ ഇതിൻ്റെ ചോട്ടിൽ നിന്നൊരു തൈ പൊട്ടി വരുന്നുണ്ട്. ഇതുണ്ടോ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. എടുത്ത് വെക്കുമ്പോൾ ഇത് വേറൊരു തൈയാണ്. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ നമ്മൾ പൊട്ടിച്ചതാണ്. അതിനുശേഷം അത് കുഴിച്ചിട്ടപ്പോൾ വന്ന തൈകൾ വന്നിരിക്കുന്നതാണ്. ഈ തൈകൾ നമുക്ക് വലുതായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പിഴുതെടുത്ത് നടുവാനായിട്ട് കഴിയും. മുള്ളില്ലാത്ത ആഫ്രിക്കൻ പൈനാപ്പിൾ. ഐശ്വര്യ ലൂബി കഴിച്ചു, എണ്ണാർ ലൂബി കഴിച്ചു, അത്തിപ്പഴം കഴിച്ചു, ടർക്കിഷ്. ഇനി നമുക്ക് ഇത് ബെറാപ്പിളാണ്. മഴക്കാലത്ത് ബെറാപ്പിളിൻ്റെ മധുരം ഒന്ന് നമുക്ക് നോക്കാം. ബെറാപ്പിൾ ഒരെണ്ണം പൊട്ടിച്ചെടുക്കുകയാണ്. ഇതാണ് ബെറാപ്പിള്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ബെറാപ്പിൾ നമുക്കിന്ന് കഴിച്ചു നോക്കാം. പച്ച ആപ്പിളിൻ്റെ ഉള്ളുപോലെയുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്. വേനൽക്കാലത്ത് നല്ല മധുരമുണ്ട്. ഇപ്പോൾ മഴയുടെ സമയത്ത് എന്താണ് നമുക്കൊന്ന് നോക്കാം. ബെറാപ്പിൾ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ക്രിപ്സിയാണ് കേട്ടോ, പച്ച ആപ്പിൾ തിന്നുന്ന പോലെ ഉണ്ട്. മധുരം വേനൽക്കാലത്തേക്കാളും കുറവുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, ക്രിപ്സിയാണ്. ഇതെൻ്റെ തായ് പിങ്കിൻ്റെ പേരയാണ് കണ്ടോ, നല്ല സൈസുള്ള പേരയ്ക്കാണ്. 2 പേരയ്ക്കുണ്ട് തായ് പിങ്ക്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കാം, തായ് പിങ്ക് ഒന്ന് പൊട്ടിക്കാം. ഇതാണ് തായ് പിങ്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. മഴക്കാലത്ത് തായ് പിങ്ക് മധുരം ഒന്ന് നോക്കാം. തായ് പിങ്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ടൈപ്പിങ്ങിൻ്റെ കളർ ഇപ്രാവശ്യം എന്തായാലും ചിലപ്പോൾ ഇതൊരു വെള്ള ഇങ്ങനെ വരാറുണ്ട്, വെള്ള കളറാണ്. നമുക്കിതിൻ്റെ മധുരം നോക്കാം. അപ്പോൾ ടൈപ്പിംഗ് ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോകും. ഒരു ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പീസ് കട്ട് ചെയ്തു. ഇനി ടേസ്റ്റ് നോക്കാം. ടൈപ്പിങ്ങിന് മഴയായിട്ടും മധുരത്തിന് കാര്യമായ കുറവ് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കഴിച്ചാൽ ഏറ്റവും മധുരം എനിക്ക് ഫീൽ ചെയ്തത് ഐശ്വര്യ ലൂബിയാണ്. അതിനുശേഷം അത്തിപ്പഴമാണ്. ടൈപ്പിംഗ് കുഴപ്പമില്ല, എന്നാൽ ബെറാപ്പിളിന് അല്പം മധുരം കുറവായിരുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് സ്വീറ്റ് ലൂബി കഴിച്ചു, അത്തിപ്പഴം കഴിച്ചു, ബെറാപ്പിൾ കഴിച്ചു, ടൈപ്പിംഗ് പേരയ്ക്ക കഴിച്ചു. ഇനി നമ്മൾ റംബൂട്ടാനും കൂടെ മഴക്കാലത്ത് ഏതിനാണ് മഴയുണ്ടായിട്ട് മധുരമുള്ളതെന്ന് നോക്കാം. റംബൂട്ടാനിൽ 2 വെറൈറ്റി എൻ്റെ ഉണ്ട്. ഇത് NIT-ൻ്റെ വെറൈറ്റിയാണ്. ഇതൊരു എനിക്കുള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഒരു 14 വർഷമായ പ്ലാന്റാണ്. ഇപ്രാവശ്യം 70 കിലോളം ഫ്രൂട്ട് കിട്ടി. നല്ല ജ്യൂസിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാം. ഇതെൻ്റെ ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനാണ്. എന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല, തേൻ മധുരം. ഇനി നമുക്ക് NIT-നും കൂടെ ഒന്ന് നോക്കാം. NIT ആ മധുരവും ആ റംബൂട്ടാൻ്റെ മധുരവും ഈ റംബൂട്ടാൻ്റെ മധുരവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് തേൻ മധുരമാണ്. ഇതിനും മഴയായിട്ട് മധുരമുണ്ട്. അപ്പോൾ മഴയായിട്ടും റംബൂട്ടാന് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചതിൽ ഏറ്റവും മധുരം എനിക്ക് ഫീൽ ചെയ്തത് ആ ജ്യൂസി ആയിട്ടുള്ള റംബൂട്ടാനാണ്. അതിനുശേഷം NIT-നും മധുരമുണ്ട്, സ്വീറ്റ് ലൂബിക്ക് മധുരമുണ്ട്, അത്തിപ്പഴത്തിനുണ്ട്,
എന്നാൽ അല്പം കുറവായിട്ട് വന്നത് ടൈപ്പിംഗ് പേരയ്ക്കും അതുപോലെ നമ്മുടെ ബെറാപ്പിളുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ലൂബികൾ വെക്കുക. മഴക്കാലത്ത് മധുരമുണ്ട്, പ്ലമ്മിൻ്റെ ടേസ്റ്റ് ഉണ്ട്, നല്ല സൈസുള്ള പഴം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.